കാർഷിക വാർത്തകൾ. ഓണത്തിനും അനക്കമില്ലാതെ നാളികേര വിപണി. ഏലക്ക ലഭ്യത ഉയരുന്നു. വിപണിയിൽ വാങ്ങലുകാർ സജീവം. മാന്ദ്യത്തിലൂടെ റബ്ബർ. ദക്ഷിണേന്ത്യൻ നാളികേരോൽപ്പന്ന വിപണികൾ ചലനരഹിതം. ഓണം വിൽപ്പന ചുരുങ്ങിയത് കണ്ട് തമിഴ്നാട്ടിലെ വൻകിട വ്യവസായികൾ കൊപ്ര സംഭരണം കുറച്ച് സ്റ്റോക്കുള്ള വെളിച്ചെണ്ണ ഉയർന്ന വിലയ്ക്ക് വിറ്റഴിക്കാൻ നടത്തിയ നീക്കം വിജയിച്ചില്ല. കേരളത്തിൽ നിന്നുള്ള ആവശ്യക്കാരുടെ അഭാവം മൂലം കാങ്കയത്ത് വെളിച്ചെണ്ണ 31,675 രൂപയിലും കൊപ്ര 21,300 രൂപയിലും സ്റ്റഡിയാണ്. കൊച്ചിയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും വെളിച്ചെണ്ണ 36,800 രൂപയിൽ നിലകൊണ്ടു. വിളവെടുപ്പ് പുരോഗമിക്കുന്നതിനോടൊപ്പം ഏലക്കയുടെ ലഭ്യത ലേലത്തിൽ ഉയരുന്നത് ആഭ്യന്തര വിദേശ വാങ്ങലുകാരെ ആകർഷിച്ചു. പുതിയ ചരക്ക് വരവിനിടയിൽ സ്റ്റോക്ക് വിറ്റുമാറാൻ കാർഷിക മേഖലയും ഉത്സാഹിച്ചു. ചിങ്ങം പറഞ്ഞ ശേഷം ഉൽപാദന കേന്ദ്രങ്ങളിൽ അനുകൂല കാലാവസ്ഥ തുടരുന്നത് ഏലക്ക വിളവ് ഉയരുന്നുണ്ട്. വിവിധ ഇറക്കുമതി രാജ്യങ്ങളിൽ നിന്നും ഏലത്തിന് അന്വേഷണങ്ങൾ എത്തുന്നത് മെച്ചപ്പെട്ട വിലയ്ക്ക് അവസരമൊരുക്കാം. ശരാശരി ഇനം ഏലക്ക കിലോ 2,600 രൂപയാണ്. സാമ്പത്തിക അനിശ്ചിതാവസ്ഥ മൂലം ഏഷ്യൻ റബ്ബർ വ്യാപാര രംഗത്ത് മാന്ദ്യം തല ഉയർത്തുന്നു. ടയർ വ്യവസായികൾ രംഗത്തു നിന്നും പിൻവലിഞ്ഞ് നിൽക്കുകയാണ്. ഇതിനിടയിൽ അധിക തീരുവ പ്രാബല്യത്തിൽ വന്നതും ഇന്ത്യ US വ്യാപാര രംഗത്ത് അനിശ്ചിതാവസ്ഥയ്ക്ക് ഇടയാക്കും. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ന്യൂനമർദ്ദ ഫലമായി മഴ ശക്തി പ്രാപിച്ചതോടെ തായ്ലാന്റ്, മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലും റബ്ബർ ടാപ്പിംഗ് തടസ്സപ്പെട്ടു. ബാങ്കോക്കിൽ റബ്ബർ കിലോ 189 രൂപയിലും കേരളത്തിൽ 4ാം ഗ്രേഡ് 190 രൂപയിലുമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കളമശ്ശേരി കാർഷികോത്സവത്തിന്റെ 3ാം പതിപ്പ് സിനിമാ താരം പൃഥ്വിരാജ് സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. മികച്ച കാർഷിക രീതികളും കഴിവുറ്റ കർഷകരെയും വാർത്തെടുക്കേണ്ട ഉത്തരവാദിത്തം സമൂഹത്തിനുണ്ടെന്നും പൃഥ്വിരാജ് പറഞ്ഞു. രാഷ്ട്രീയവും സിനിമയുമെല്ലാം വാർത്തകളിൽ നിറയുന്ന ഈ കാലഘട്ടത്തിൽ കർഷകരെയും കാർഷിക മേഖലയും കേന്ദ്രീകരിച്ച് മണ്ഡലത്തിൽ ഇത്തരമൊരു മേള സംഘടിപ്പിക്കുന്നത് അഭിനന്ദനാർഹമാണെന്ന് ചലച്ചിത്ര താരം പൃഥ്വിരാജ് സുകുമാരൻ. കാർഷിക മേളകൾ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. കൃഷിക്ക് അനുയോജ്യമായ ഭൂമി കുറഞ്ഞു വരികയും ജനസാന്ദ്രത കൂടുകയും ചെയ്യുന്ന ഒരു ഭാവിയിലേക്കാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും മികച്ച കാർഷിക രീതികളും ഏറ്റവും കഴിവുറ്റ കർഷകരെയും വാർത്തെടുക്കേണ്ട ഉത്തരവാദിത്തം സമൂഹത്തിനുണ്ടെന്ന് പൃഥ്വിരാജ് പറഞ്ഞു. ചാക്കോളാസ് ഭവനിലാണ് കളമശ്ശേരി കാർഷികോത്സവം നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേന്ദ്ര സർക്കാരിന്റെ ശാസ്ത്ര പഠന സംഘം കുമരകത്ത് കുട്ടനാട്ടിലെ ഒരു നെല്ലും ഒരു മീനും പദ്ധതി പ്രകാരം കൃഷി ചെയ്തു വരുന്ന കർഷകരുടെ പ്രശ്നങ്ങൾ സംഘം നേരിട്ട് മനസ്സിലാക്കും. കുട്ടനാട്ടിലെ ഒരു നെല്ലും ഒരു മീനും പദ്ധതി പ്രകാരം കൃഷി ചെയ്തു വരുന്ന കർഷകരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനും ശാസ്ത്രീയ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാനുമാണ് കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ശാസ്ത്ര പഠന സംഘം കുമരകത്ത് എത്തിയത്. സംഘം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ കർഷകരുമായി ചർച്ച നടത്തി. ഗുണമേന്മയുള്ള മത്സ്യവിത്തുകളുടെ ലഭ്യതക്കുറവ്, സബ്സിഡി നിർത്തലാക്കിയത്, നീർനായ് ശല്യം എന്നിവ മത്സ്യകൃഷിക്ക് പ്രതിബന്ധമാണെന്ന് സംഘം വിലയിരുത്തി. പാടത്ത് കൊയ്ത്തിയന്ത്രം ഇറക്കാനുള്ള പ്രയാസവും ഇൻഷുറൻസ് ലഭ്യമാകാത്തതും കർഷകർ ചൂണ്ടിക്കാട്ടി. നെല്ലിന്റെ തുക സമയബന്ധിതമായി ലഭിക്കാത്തതും പാടശേഖരത്തേക്കുള്ള ചാലുകൾ പോള കയറി നിറയുന്നതും പാടത്തേക്ക് വെള്ളം കയറ്റിയിറക്കാൻ കഴിയാത്തതും നെൽകൃഷിക്ക് ദോഷകരമാകുന്നതായി കർഷകർ പഠന സംഘത്തോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ ചൈനയിൽ നിന്നും സോയാബീൻ എണ്ണ വാങ്ങുന്നത് നിർത്തി. അർജന്റീന വില കുറച്ചതോടെയാണ് ഈ നീക്കം. ഇന്ത്യ ചൈനയിൽ നിന്നും സോയാബീൻ എണ്ണ വാങ്ങിയതിനെ തുടർന്നാണ് അർജന്റീന വില കുറച്ചിരിക്കുന്നത്. ഇന്ത്യ വാങ്ങുന്ന സോയാബീൻ എണ്ണയുടെ 65% വിതരണം ചെയ്യുന്നത് അർജന്റീനയാണ്. കഴിഞ്ഞ മാസം ഏകദേശം 1.5 ലക്ഷം ടൺ സോയാബീൻ എണ്ണയാണ് ഇന്ത്യ ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്തത്. പതഞ്ജലി ഫുഡ്സ്, അദാനി വിൽമർ, കാർഗിൽ, ബങ്ക്, ADM, ലൂയിസ് ഡ്രൈഫസ് തുടങ്ങിയ ബഹുരാഷ്ട്ര കമ്പനികൾ ഉൾപ്പെടെ 9 ഇന്ത്യൻ കമ്പനികൾ ഈ വർഷം സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ സോയാബീൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനായി 2 ചൈനീസ് കയറ്റുമതിക്കാരുമായി കരാറുകളിൽ ഒപ്പുവെച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ മാസം ചൈനയിൽ നിന്നും വാങ്ങിയതിനു ശേഷം ചൈനീസ് കയറ്റുമതിക്കാരിൽ നിന്നും ഇന്ത്യ സോയാബീൻ എണ്ണ വാങ്ങിയിട്ടില്ലെന്നാണ് വിപണി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. RSS 4 216, RSS 5 213, ലാറ്റക്സ് 150, ജാതിക്ക 310, ജാതിപത്രി 1800 മുതൽ 2000 വരെ, ഗ്രാമ്പു 790 രൂപ, അടയ്ക്ക 200 രൂപ, കാപ്പിക്കുരു 190, കൊക്കോ പരിപ്പ് 330, കുരുമുളക് ഗാർബിൾഡ് 71,200 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 69,200 രൂപ, ഏലയ്ക്ക 2,400 മുതൽ 2,500 വരെ.
വെളിച്ചെണ്ണ 36,800 രൂപ, കൊപ്ര 23,300, ചുക്ക് 22,500.